കോൺഗ്രസിൽ വീണ്ടും പോസ്റ്റർ വിവാദം. കോൺഗ്രസ് ഇപ്പോഴും പതിവ് ശൈലിയിൽ നിന്നും യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം പിയായ പ്രതാപനെ മാറ്റി കെ മുരളീധരനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് കോൺഗ്രസിലെ പോസ്റ്റർ വിവാദങ്ങൾക്ക് തുടക്കമായത്. ഇത് പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കത്തിനും കാരണമായി. തൃശൂരിൽ UDFന് നേരിടേണ്ടി വന്ന കനത്ത തോൽവിക്ക് പിന്നാലെയാണ് തൃശൂരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇതിനൊരു അവസാനമുണ്ടായി എന്ന് കരുതിയ സാഹചര്യത്തിൽ TN പ്രതാപനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്റർ പോര് നടന്നു. പരസ്പരം കരിവാരി തേകുന്ന പ്രവൃത്തിയിൽ നേതാക്കൾ ഏർപ്പെടരുതെന്ന് പറഞ്ഞെങ്കിലും പോസ്റ്റർ പോരിന് അന്ത്യമുണ്ടായില്ല. ഇപ്പോൾ പുതിയൊരു പോസ്റ്റർ വിവാദം കൂടി ഉടലെടുത്തിരിക്കുകയാണ്. ഇത്തവണ വിവാദത്തിൽ K സുധാകരനാണ് നിറഞ്ഞു നിൽക്കുന്നത്. പ്രചരണ ബോർഡിൽ നൽകിയ K സുധാകരന്റെ ചിത്രം ചെറുതായി പോയതാണ് പുതിയ വിവാദത്തിന് കാരണമായത്. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന UDF പ്രതിഷേധ കൂട്ടായ്മയുടെ പ്രചരണ ബോർഡിലാണ് സുധാകരന്റെ ചിത്രം ചെറുതാക്കിയെന്ന ആക്ഷേപം. തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിനു മുന്നിൽ UDF സംസ്ഥാന കമ്മിറ്റി സ്ഥാപിച്ച ബോർഡിൽ പ്രതിപക്ഷ നേതാവിനൊപ്പം PK കുഞ്ഞാലിക്കുട്ടിയുടെ ചിത്രം വലുതായി നൽകിയപ്പോൾ സുധാകരനെ ചെറുതാക്കിയെന്നാണ് ആക്ഷേപം. UDF പരിപാടികളിൽ KPCC പ്രസിഡന്റിന് പ്രതിപക്ഷ നേതാവിനൊപ്പം പ്രാധാന്യമാണ് നൽകാറുള്ളത്. ബോർഡുകളിലും പോസ്റ്ററുകളിലുമെല്ലാം ഈ പ്രാധാന്യം നൽകാറുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ കൂട്ടായ്മയുടെ പ്രചരണ ബോർഡിൽ ഇത് പാലിച്ചില്ലെന്നതാണ് ആക്ഷേപം. UDF സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ളതാണ് ബോർഡ്. KPCC പ്രസിഡന്റ് K സുധാകരനെതിരെ നേരത്തെ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. പാർട്ടിക്കുള്ളിൽ സുധാകരൻ ഒറ്റപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി. K സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ശ്രമങ്ങളും അതിനായുള്ള നീക്കങ്ങളും പാർട്ടിക്കുള്ളിൽ നടന്നിരുന്നു. ഇതെല്ലാം തന്നെ പല പ്രശ്നങ്ങളിലൂടെയും അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിലെ തമ്മിൽ തല്ലിലൂടെയും മറനീക്കി പുറത്തു വന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, K സുധാകരനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വരെ വിമർശനവുമായി നേരിട്ട് രംഗത്ത് വന്നിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ സുധാകരനെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കാനും പുറത്താക്കാനും തക്കം പാർത്തിരിക്കുകയാണ് ഒരു വിഭാഗമെന്ന് വ്യക്തമായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ K സുധാകരൻ അവഗണിക്കപ്പെടുന്നു എന്നതിന്റെ മറ്റൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പോസ്റ്റർ വിവാദം എന്ന വിലയിരുത്തലാണുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ K സുധാകരന് ജയിച്ചു കയറാനായതുകൊണ്ട് തന്നെയാണ് ഇത്രയൊക്കെ പ്രതിസന്ധികൾ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. തിരഞ്ഞെടുപ്പിൽ തോൽവി കൂടെ സംഭവിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും പാർട്ടി തന്നെ സുധാകരനെ പുറത്താക്കിയേനെ. ഇപ്പോൾ കോൺഗ്രസിൽ വീണ്ടും ഭിന്നത രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് പുതിയ പോസ്റ്റർ വിവാദവും. കാരണം ഒരു പോസ്റ്ററിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിന് എത്രത്തോളം പ്രാധാന്യമാണ് നൽകുന്നതെന്ന്. പോസ്റ്ററിൽ K സുധാകരന് അർഹിക്കുന്ന പ്രാധാന്യം നൽകാത്തത് സുധാകരൻ വിഭാഗത്തെ അസംതൃപ്തിയിലാക്കിയിട്ടുണ്ട്. ഒരു പോസ്റ്ററിൽ പോലും അവഗണന നേരിടേണ്ടി വരുന്ന അവസ്ഥയാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന സുധാകരന് ഇപ്പോഴുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും പാർട്ടി സുധാകരനെ ഒരേ രീതിയിൽ തന്നെയാണ് പരിഗണിക്കുന്നത് എന്നതുകൂടിയാണ് ഇവിടെ വെളിവാകുന്നത്. എന്നാൽ മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ പോസ്റ്ററിന്റെ പേരിൽ മാത്രമല്ല മൈക്കിന് വരെ അടികൂടുന്ന അവസ്ഥ കോൺഗ്രസിനുള്ളിൽ മുൻപും ഉണ്ടായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു കോൺഗ്രസിനെ വിവാദത്തിലാക്കിയതെങ്കിൽ ഇപ്പോൾ അത്തരം ബാലിശമായ കാര്യങ്ങൾക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ പോസ്റ്റർ വിവാദത്തിന് K സുധാകരൻ പ്രാധാന്യം നൽകുമോ എന്നത് കണ്ടറിയണം.